ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിയുടെ തേർഡ് സർവീസാണ്. അതായത് 6500 കിലോമീറ്റർ ചെയ്യേണ്ട നമ്മുടെ വണ്ടിയുടെ മൂന്നാമത്തെ സർവീസ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 6100 കിലോമീറ്ററിനടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ തേർഡ് സർവീസും അതിൻ്റെ കോസ്റ്റും, പിന്നെ നമ്മൾ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറയണം. നമുക്ക് ഓൾറെഡി കുറച്ച് കംപ്ലയിൻറ്റ്സ് വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് റെക്ടിഫൈ ചെയ്ത് തന്നു. പിന്നെ കുറച്ച് ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്ത് തരാൻ ബാക്കി ഉണ്ടായിരുന്നു. നമ്മുടെ ചെയിൻ സ്ലിപ്പിംഗ് ഇഷ്യൂസ് ഒക്കെ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ട്രിപ്പ് പോയ ടൈമിലാണെങ്കിൽ നമ്മൾ മറ്റേ ആ മേഘമല പോയ ടൈമിലൊക്കെ നല്ല ചുരമൊക്കെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി സ്ലിപ്പാവുന്നത് ഗിയർ. അപ്പം ആ ഇഷ്യൂസൊക്കെ ഇപ്പോഴും റെക്ടിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയണം. റെക്ടിഫൈ ചെയ്ത് തരും എന്ന് വിചാരമൊന്നുമില്ല ഗിയർ സ്ലിപ്പിൻ്റെ കാര്യം. ബാക്കി പിന്നെ ചെറിയ ചെറിയ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് തരുമായിരിക്കും. അപ്പം അതൊക്കെ പറയണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഒരുപാട് വെച്ച് ലേറ്റ് ആകുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട്. ഷോറൂം തുറന്നില്ലയോ എന്ത് വേണോ എന്തോ. തുറന്നിട്ടുണ്ട്, പക്ഷെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. നമ്മുടെ വണ്ടി കറക്റ്റ് 6700. 6701. ആ ആ കേട്ടില്ല. ആ വലിച്ചു. അല്ല, സെക്കൻഡ് സർവീസ് മാറിയതാ. ചേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു, ഗിയർ സ്ലിപ്പിന്റെ ഇഷ്യൂ, ഒരു 4th-ലും 5th-ലിന്റെ ഇടയിൽ. അപ്പൊ അത് ഇപ്പോഴും ഉണ്ട്, അത് മാറിയിട്ടില്ല. അത് നല്ല രൂക്ഷമായി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വട്ടം ഒരു നല്ല സൗണ്ട് കേട്ടു. അതായത് ഗിയർ സ്ലിപ്പായി നമ്മുടെ ക്ലച്ച് പിടിക്കുക ഗിയറുമ്പോ ഒരു സൗണ്ട് വരുന്നില്ലേ, പുറപെടെ എന്ന് പറഞ്ഞിട്ട്. ഗിയർ ബോക്സ് ഉണ്ടെങ്കിൽ നല്ല സൗണ്ട് ആവുന്നത്. അതൊന്ന് നോക്കാൻ പറ്റുമോ എന്തേലും? നിങ്ങൾ എങ്ങനെയാ നോക്കുന്നത്? അഴിച്ചു നോക്കൂ. ഫോർത്തിന്ന് 5th-ലോട്ട് ഇടുമ്പം ഗിയർ സ്ലിപ്പായി 4th-ലോട്ട് തന്നെ വീഴും. പിന്നെ ഈ ഹോണില്ലേ, ചില ടൈമിൽ ഹോൺ വർക്കാകത്തില്ല. ഇപ്പൊ വർക്കാവുന്നു കണ്ടോ? അത് ചില ടൈമിൽ ഒട്ടും അനങ്ങത്തേ ഇല്ല. അനങ്ങുന്നേ ഇല്ല, വർക്കിംഗ് അല്ല അത്. പക്ഷെ ചില ടൈമിൽ അതിപ്പോ കുറച്ചു നേരം ഒന്ന് വണ്ടി റണ്ണിങ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അങ്ങ് മാറും. ചിലപ്പോൾ ഞാൻ ഒരു ഹോണും ഇല്ലാതെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്നിട്ടുണ്ട്, ഹോൺ അടിക്കാൻ പറ്റാതെ. പിന്നെ രാത്രിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് സർവീസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ 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 ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ ബ്രേക്ക് പിടിക്കുമ്പം ഒരു ടക്ക്. എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ ഇവിടുന്ന് ഈ കോണിന്റെ മുകളിൽ എന്തെങ്കിലും ആണോ, കോൺസെന്റിന്റെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ബ്രേക്ക് അന്ന് എന്നോട് പറഞ്ഞ ഈ മൽഗാഡ് എവിടെയോ തട്ടുന്നതാണ്. പക്ഷെ അതിന്റെ അല്ല, ചെറിയൊരു നമ്മൾ ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോഴാണ്, ഒന്ന് നല്ല കൈ കൊടുത്ത് ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോൾ ചെറിയ ടക്ക് ടക്ക്, ഇത് ഇവിടുന്ന് എന്തോ കോൺസെന്റിന്റെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. വാഷ് ചെയ്തില്ലേ നിങ്ങള്? ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രൂപയോ? ക്ലീനിങ് ഉള്ളതല്ലേ? ഗിയർ സ്ലിപ്പിന്റെ ഇതിന്റെ മസ്റ്റ് ആയിട്ട് നോക്കണേ. കാരണം ചില ടൈമിലൊക്കെ നമുക്കൊരു ആ 1650. നേരത്തെ 1100 എത്ര ഉണ്ടല്ലായിരുന്നു? ആ 5 മണി. ഓക്കെ, ഇവിടെ നമ്പർ ഒന്ന് എഴുതിക്കോ ബ്രോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. അങ്ങനെ നമ്മൾ വണ്ടി കൊടുത്തു. 5 മണിയാകുമ്പോ കാണാം. അപ്പൊ നമ്മളിത് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി എവിടെ ആണോ എന്തോ.
അപ്പോൾ ഫൈനലി നമ്മുടെ തേർഡ് സർവീസ് കഴിഞ്ഞ് നമ്മുടെ വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ തേർഡ് സർവീസിനായിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 1600 രൂപയാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു, നമ്മൾ പിന്നെ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തു, പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എന്തോ സീലൻ്റ് എല്ലാം മാറും, അപ്പോൾ അത് ചേഞ്ച് ചെയ്തു. അങ്ങനെ എല്ലാം ബേസിക് കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് 1600 റേറ്റിൽ വന്നേക്കുന്നത്. നമുക്ക് കറക്റ്റ് 1600 രൂപയല്ല, 1593 അങ്ങനെ എന്തോ ഒരു ചില്ലറ പൈസ എന്തോ വ്യത്യാസമുണ്ട്. അപ്പം ഏകദേശം അപ്പോൾ 1600 തന്നെ കൂട്ടാം. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ സർവീസിന് നമ്മുടെ ഈ എക്സ്പൾസ് OBD2 വേരിയന്റിന്റെ തേർഡ് സർവീസിന് അയക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം സർവീസിന് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പം കുറച്ച് ഇഷ്യൂസ് മേ ബി ഫ്യൂച്ചറിൽ ആവർത്തിക്കപ്പെടാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ സർവീസിന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, ഗിയർ സ്ലിപ്പിംഗ് ആണ്. ഞാൻ ആ കംപ്ലൈന്റ് പറയുമ്പോൾ എല്ലാം നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയുള്ള ഒരുപാട് പേര് കംപ്ലൈന്റ് പോലെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇത് എക്സ്പൾസിന്റെ OBD2 വെർഷന്റെ കൂടപ്പറപ്പാണ്, മാറാൻ പോണില്ല എന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് നമുക്ക് കമന്റോടെയും എല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് സർവീസ് കൊടുക്കുമ്പോൾ അവർ മാക്സിമം എഫർട്ട് ഇടുന്നുണ്ടായിരിക്കാം, ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ വണ്ടിയുടെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ ഇഷ്യൂ പിന്നെയും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പൊ തേർഡ് സർവീസ് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്തു, ജസ്റ്റ് ഒരു 4-5 കിലോമീറ്റർ ആയുള്ളൂ. നമുക്ക് ഇതുവരെ ആ ഇഷ്യൂ വന്നില്ല. കഴിഞ്ഞ വട്ടം ഇതുപോലെയാണ് വണ്ടി ഓടി തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആ ഇഷ്യൂ കിട്ടി തുടങ്ങിയത്. അപ്പം നമുക്ക് നോക്കാം ഇനി മുമ്പോട്ട് എങ്ങനെയാണ് ആ ഇഷ്യൂ വരുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു ഇഷ്യൂ ആണ് ഈ ഹോണിൻ്റെത്. നമ്മൾ രാവിലെ വണ്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഹോൺ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പം ചില ടൈം, അത് എപ്പോഴും ഇല്ല, ചില ടൈമിൽ നമുക്ക് ഈ ഹോൺ വർക്കാവില്ല. അത് എന്താ ഇഷ്യൂ എന്ന് അറിയില്ല. അവരിപ്പം അത് ട്യൂണിങ് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പം നമ്മളോട് പറഞ്ഞത്. അപ്പം ട്യൂണിങ് സെറ്റ് ആക്കിയാണെന്നാണെങ്കിലും ഇപ്പം എന്തായാലും പ്രോപ്പർലി വർക്കിംഗ് ആണ്, ഇപ്പം ഇഷ്യൂ ഒന്നുമില്ല. നമുക്കിനിയും അതും മുമ്പോട്ട് നോക്കാം. പിന്നെ വേറൊരു ഇഷ്യൂ ആണ് നമ്മുടെ കോൺസെറ്റിന്റെ അവിടെ നിന്ന് ഒരു സൗണ്ട്. ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോൾ എല്ലാം ടക്ക് 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 എന്നൊരു സൗണ്ട്. അത് കഴിഞ്ഞ സർവീസ് വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സർവീസിന്റെ ടൈമിൽ ഞാനത് പറഞ്ഞാണ് നമുക്ക് ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മൽഗാഡ് ബ്രേക്ക് പിടിക്കുമ്പം അവിടെ ടാങ്കിന്റെ അവിടെ തട്ടുന്നത് എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വട്ടം വിട്ടു. പക്ഷെ പിന്നെ എനിക്ക് ആ ഇഷ്യൂ കിട്ടുന്നുണ്ട്. ഞാനപ്പം പിന്നെ ആ സൗണ്ട് വരുമ്പോൾ ഞാൻ കീനായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, അത് എവിടെ നിന്നാണ് സൗണ്ട് വരുന്നുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായി ഈ കോൺസെപ്റ്റിന്റെ ഭാഗത്ത് എവിടുന്ന് ആണെന്നാണ് എൻ്റെ ഒരു അന്നേരം എനിക്ക് തോന്നിയത്. ഞാൻ അത് തന്നെ രാവിലെ സർവീസ് കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു, സൂക്ഷം, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ കോൺസെപ്റ്റിന്റെ ഈ ഒരു നട്ട് എന്തോ ലൂസായിരുന്നു. പക്ഷെ നമുക്ക് കൈകൊണ്ട് തിരിക്കുമ്പോൾ ഒന്നും ലൂസായിട്ട് അറിയില്ല. പക്ഷെ എന്തോ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആണ് ബ്രേക്ക് പിടിക്കുമ്പം ലൂസായിട്ട് ഈ ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. അതും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആ ബ്രേക്ക് പിടിക്കുമ്പോൾ സൗണ്ടില്ല, അത് പ്രോപ്പർലി കംപ്ലീറ്റ്ലി മാറിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും നമുക്ക് മുമ്പോട്ട് നോക്കാം. എന്തായാലും വണ്ടി ഇപ്പം എഞ്ചിൻ ഓയിലൊക്കെ മാറിയതിന് ശേഷം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, വണ്ടി പുലിക്കുട്ടി ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമ്മൾ അടുത്ത നമ്മുടെ സർവീസ് വരുന്നത് പറഞ്ഞാൽ 9000 കിലോമീറ്ററിലാണ്. ഇപ്പം നമ്മുടെ 6000 കിലോമീറ്ററിലാണ്. 1500 കിലോമീറ്റർ റേഞ്ചിലാണ് നമ്മളിപ്പം നമ്മുടെ തേർഡ് സർവീസ് വരുന്നത്. നമ്മുടെ ഫോർത്ത് സർവീസ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് 9000 മുതൽ 9500 കിലോമീറ്ററിനുള്ളിൽ ചെയ്യണം എന്ന രീതിയിലാണ്. അപ്പം നമ്മൾ 9000 കിലോമീറ്റർ തന്നെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അത് നമ്മൾ ആ ഫോർത്ത് സർവീസിന് നമുക്ക് എഞ്ചിൻ ഓയിൽ ചേഞ്ചിങ് ഒന്നും മസ്റ്റ് അല്ല. പക്ഷേ നമ്മുടെ ഒരു സർവീസ് പാറ്റേൺ നിങ്ങൾക്കറിയാലോ, നമ്മൾ എല്ലാ സർവീസിനും നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യും. നമ്മൾ വെച്ച് 6000 കിലോമീറ്ററോ 7000 കിലോമീറ്ററൊന്നും വെച്ച് ഓടിച്ച് അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓയിൽ ഇട്ട് ഓടിക്കാറില്ല. അപ്പോൾ നമ്മൾ മാക്സിമം എഞ്ചിൻ ഓയിൽ സർവീസ് എല്ലാ പീരിയോഡിക് സർവീസുകളിലും ചേഞ്ച് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമ്മൾ അടുത്ത സർവീസിൽ അത് തന്നെ ചെയ്യാനാണ് ഞാൻ കറൻറ്റ്ലി ഇപ്പോൾ എൻ്റെ മൈൻഡിലെ പ്ലാൻ. ഇനി അന്നേരം മാറാൻ സാധ്യതയില്ല, എന്നാലും പറഞ്ഞതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ അതാണ്. അടുത്ത സർവീസിലും ഇതങ്ങ് മാറാം, എഞ്ചിൻ ഓയിൽ മാറാം എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം തന്നെ ഉള്ളൂ നമ്മുടെ ഈ എക്സ്പൾസിൻ്റെ സർവീസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാവുന്നതാണ്, ഞാൻ എല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം ഷാഗിൽ.